നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോംകോയിലെ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ. അക്രമം ഉടനടി അവസാനിപ്പിക്കണമെന്നും നിലവിലുള്ള സമാധാന ശ്രമങ്ങൾക്കൊപ്പം സംഭാഷണത്തിലേക്ക് മടങ്ങണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ തീർത്ഥാടകരോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംകോയുടെ കിഴക്കൻ ഭാഗത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുന്ന സംഘർഷം ആശങ്ക ഉയർത്തുന്നു. ജനങ്ങളോടുള്ള എന്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ദളിത് ക്രൈസ്തവരോട് തുടരുന്ന വിവേചനത്തിലും അനീതിയിലും ആശങ്ക രേഖപ്പെടുത്തി KCBC. വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷാവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നതിനെതിരെ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നും KCBC വ്യക്തമാക്കി. പാലാരിവട്ടം POCയിൽ നടന്ന KCBC സമ്മേളനത്തിനാണ് ഇത് സംബന്ധിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുത്തത്. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിനും ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളോട് സഹകരിക്കുവാനും സമ്മേളനം തീരുമാനിച്ചു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ക്രിസ്തുമസ് ട്രീയും തിരുപ്പിറവി രംഗവും ഇന്ന് അനാച്ഛാദനം ചെയ്യും. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെയും പോൾ ആറാമൻ ഹാളിലെയും തിരുപ്പിറവി രംഗങ്ങൾ, ക്രിസ്തുമസ് ട്രീ എന്നിവ ഒരുക്കിയിരിക്കുന്നത്. 80 അടി ഉയരമുള്ള മനോഹരമായ നോർവേ സ്പ്രൗസ് മരമാണ് ക്രിസ്മസ് ട്രീക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്മസിന് ശേഷം ക്രിസ്മസ് ട്രീക്കായി ഉപയോഗിക്കുന്ന ഫിർ മരം ആവശ്യമായ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കും. ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 174 രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ട പദവിയിൽ. നാസി ഭരണകൂടത്തിന്റെയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെയും ക്രൂരതകൾക്കിടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ് ഈ രക്തസാക്ഷികൾ. പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലും സ്പെയിനിലെ ജെയിൻ കത്തീഡ്രലുമായി നടന്ന ചടങ്ങുകളിൽ വെച്ചാണ് ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. കത്തോലിക്ക വിശ്വാസ പ്രഘോഷണത്തിന് ഹിറ്റ്ലർ നിരോധനം ഏർപ്പെടുത്തിയ കാലത്ത് കോൺസ്റ്റന്റൈൻ ക്യാമ്പുകളിൽ മരണമടഞ്ഞവരാണ് ഈ രക്തസാക്ഷികൾ. ഹിറ്റ്ലറുടെ നിർബന്ധിത തൊഴിൽ സേവനത്തിൽ ഏർപ്പെട്ട യുവാക്കൾക്ക് ആത്മീയ സഹായം നൽകാൻ രഹസ്യമായി പ്രവർത്തിച്ച മിഷൻ സെന്റ് പോൾ എന്ന സംഘടനയിലെ അംഗങ്ങളായിരുന്നു ഈ രക്തസാക്ഷികൾ. റോമിലെ തടവുകാർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. തടവുകാരുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ലിയോ 14 പാപ്പയാണ് അധ്യക്ഷത വഹിച്ചത്. ഡിസംബർ 12 മുതൽ 14 വരെയായിരുന്നു തടവുകാർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷ പരിപാടികൾ നടന്നത്. പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ലിയോ പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം RNS കായിക സംഘത്തിന്റെ സംഗീത പരിപാടിയും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.